അലോപ്പതിക് മെഡിസിനെ ആണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. പക്ഷേ മറ്റ് സിസ്റ്റങ്ങൾ ആയുർവേദം, മറ്റേ യുനാനി അല്ലെങ്കിൽ ഹോമിയോപ്പതി ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല. അലോപ്പതിക് മേഖല കുറേയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്രമാദിത്വത്തിൻ്റെ ഒരു ലോകത്ത് വിഹരിച്ചിരുന്ന ഈ അലോപ്പതിക് മെഡിസിനെ കിട്ടിയ ഒരു കിഴുക്കല്ലേ ഒരു അതായത് കോവിഡിൻ്റെ വാക്സിനേഷൻ എത്രമാത്രം വിജയമായി. അതിനെ സംബന്ധിച്ച് സത്യത്തിൽ ഉള്ളു തുറന്ന് അലോപ്പതിക് മെഡിസിന് എന്താണ് ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നതാണ് എന്നതാണ് എൻ്റെ വിനീതമായ ചോദ്യം. കോവിഡ് വാക്സിനേഷൻ പൊതുവേ ഫലപ്രദമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ അസസ്മെൻ്റ്. ഒരു പബ്ലിക് ഹെൽത്ത് പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഡാറ്റയും അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസും കണ്ടിട്ട് അത് ഫലപ്രദമല്ല എന്ന്. ഒരു വാക്സിനും 100% ഫലപ്രദമല്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ, വയോജനങ്ങൾ, അങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ അത് ഒരുപാട് വലിയ വിജയം കൈവരിച്ചു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ മറ്റ് സിസ്റ്റങ്ങളെ കുറിച്ച് ഇപ്പോൾ അതിനെക്കുറിച്ച് വിവരമില്ല. ഇപ്പം വൈറസ് എന്നുള്ളൊരു സങ്കല്പം തന്നെ ആയുർവേദത്തിലും ഹോമിയോയിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവിൽ അതില്ല. ഇല്ലാത്ത സാധനം ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന് പ്രതിരോധങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാത്തടത്ത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. 50% പോലും വിജയമില്ലാതെ താങ്കൾ എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ തർക്കം നമുക്ക് പിന്നീട് ഒരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കാം. മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് അപ്രോച്ചാണ്. അപ്പോൾ അത് ഇപ്പം ഫ്രം അവർ എക്സ്പീരിയൻസ്, ഇപ്പം ഈ കോവിഡ് നമ്മൾ പ്രഗ്നൻസിയിൽ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേരളത്തിൽ പ്രഗ്നൻസി ആദ്യം എക്സ്ക്ലൂഡ് ചെയ്ത ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മീൻസ് എൽഡർലി കൊടുത്തു, ഇമ്മ്യൂണോ കോംപ്രമൈസിന് കൊടുത്തു. എന്നിട്ട് ഈ പ്രഗ്നൻസിയിൽ 90 പ്രഗ്നൻറ്റ് ലേഡീസ് കേരളത്തിൽ തന്നെ മരിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഡെൽറ്റ വേവിൻ്റെ സമയത്ത്. അപ്പം ഗൈനക്കോളജി അസോസിയേഷൻസൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ആക്ച്വലി ഈ പ്രഗ്നൻസിക്ക് അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തത്. വാക്സിനേഷൻ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന പോലെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ 90 പ്രഗ്നൻറ്റ് ലേഡീസാണ് മരിച്ചത്. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ നോക്കുമ്പോൾ നമുക്ക് എല്ലാ വാക്സിനും മോഡേൺ മെഡിസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്ത് മോളിക്യൂൾ ഉപയോഗിച്ചാലും അതിന് ഒരു ബെനിഫിറ്റും ഉണ്ട്, ഒരു അഡ്വേഴ്സ് എഫക്റ്റും ഉണ്ട്. നമുക്കത് അറിയാമെന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ്റെ ഒരു ഇത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം പേർക്ക് ഒരാൾക്ക് GBS വരാൻ പറ്റും. കോവിഡ് വാക്സിൻ വരുമ്പോൾ, അപ്പോൾ അതൊരു പുതിയ വാക്സിൻ ആകുമ്പോൾ നമ്മളത് ആക്ച്വലി പഠിക്കേണ്ടി വരും എത്ര വരും എന്നുള്ളത്. അതൊക്കെ ഡേറ്റാ ബേസും ഉണ്ട്. അപ്പോൾ അന്നത്തെ ഡേറ്റ അനുസരിച്ചിട്ട് 1.5 ലക്ഷം പേർക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ ആക്ച്വലി ഒരാൾക്ക് ഈ വീനസ് സൈനസ് ത്രോംബോസിസ് വരാവുന്ന ഡേറ്റ ഉണ്ട് ഈ ആസ്ട്രാസെനക്ക വാക്സിന്. അപ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു വർഷം 4 ലക്ഷം പ്രഗ്നൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി 90 പേര് മരിച്ചു കഴിഞ്ഞു ഡെൽറ്റ വേവ് കാരണം. അപ്പോൾ 4 ലക്ഷം പ്രഗ്നൻസിയിൽ ഈ വാക്സിൻ കൊണ്ടുണ്ടാവാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ഈ പറയുന്ന പോലെ ഒരു 3 പേർക്ക് വീനസ് സൈനസ് ത്രോംബോസിസ് വന്ന് മരിക്കും. ഓക്കെ, വാക്സിൻ കൊടുത്തില്ലെങ്കിൽ എത്ര പേരാണ് ഇപ്പം മരിച്ചിരിക്കുന്നത്? 90 പേര്. അപ്പം 3 വേഴ്സസ് 90. മോഡേൺ മെഡിസിൻ്റെ കോൺസെപ്റ്റ് അതാണ്. പിന്നെ അപ്പോൾ ഈ 3 പേരിൽ ഒരാൾ മരിച്ചില്ലേ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം കൊടുത്തില്ലെങ്കിൽ 90 പേര് മരിക്കും. അത് നമുക്ക് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കലി മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വാക്സിൻ പരാജയമല്ലേ എന്ന് ചോദിക്കുന്നത്. ഒരു ഹെൽത്തി അഡൽട്ടിന് ഈ വാക്സിൻ കൊണ്ട് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു എൽഡർലി പോപ്പുലേഷൻ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ, ഇവർക്കൊക്കെ പ്രഗ്നൻസി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്, അവർക്ക് കോവിഡ് വാക്സിൻ ഒരു ബൂൺ തന്നെയാണെന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പം അടുത്ത ഈ 5 വർഷത്തിലെ ഗാവി, അതായത് ഈ ഗ്ലോബൽ അലിയൻസ് ഫോർ വാക്സിനേഷൻ, അവർ പറയുന്നത് കഴിഞ്ഞ 25 വർഷം കൊണ്ട് വാക്സിനേഷൻ സേവ് ചെയ്തിരിക്കുന്ന ചിൽഡ്രൻ ഇൻ ആഫ്രിക്കൻ കൺട്രീസ് ആക്ച്വലി അറൗണ്ട് 3 crore ചിൽഡ്രനാണ് അവർ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത 5 വർഷത്തിലും അവർക്ക് ഇത്രത്തോളം സേവ് ചെയ്യണമെങ്കിൽ ഫണ്ടിങ് വേണം. ഈ ഗാവിയുടെ മേജർ ഫണ്ടർ എന്ന് പറയുന്നത് US ആണ്. അപ്പോൾ ഇതൊരു ചലഞ്ചാണ്. വാക്സിനേഷനാണ്. ഇപ്പോൾ നമ്മളൊരു 100 വർഷം മുമ്പ് കേരളത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി 42 ആയിരുന്നു. ഇപ്പോൾ അത് 77. ഇത്രയും ഒരു ഡബിൾ ആവാനുള്ള റീസൺ 3 കാര്യങ്ങൾ മാത്രമാണ്. 1 ഈസ് ആക്ച്വലി പബ്ലിക് ഹെൽത്ത്, ദറ്റ് ഈസ് സേഫ് വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീൻ. 2nd വാക്സിനേഷനാണ്. 3ാമത്തെ അഡ്വെന്റ് ഓഫ് ആൻറ്റി മൈക്രോബിയൽസ്, ആൻറ്റിബയോട്ടിക്സ്. അത് മറന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം അതിന് മുന്നേ നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള സിസ്റ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി 40 കുറവായിരുന്നു.